അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ടപ്പാലട ആയാലോ. ഇതിനെ ഏലാഞ്ചി എന്നും ലവ് ലെറ്റർ എന്നുമൊക്കെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് ഇനി വേറെ എന്തെങ്കിലും പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. എന്നാൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു സ്വല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളി ചേർക്കാം. സ്വല്പം മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ കലക്കി പാകമായി വന്നിട്ടുണ്ട്. ദോശമാവിൻ്റെ അതേ പരുവത്തിലാണുള്ളത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതെടുത്ത് മാറ്റാം. ഈ ചുട്ടെടുത്തിട്ടുള്ള ആ ദോശയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെങ്ങനെ ചുരുട്ടിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ പെട്ടെന്ന് ചുട്ടെടുക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ മുട്ടപ്പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാടുകളിലെ പുതിയാപ്ല തക്കാരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.